നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഹാഫിളീങ്ങളുടെ പവർ, അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഓർമ്മശക്തി, അവരുടെ ശരീരത്തിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് റിസർച്ചിന്റെ ഫലം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ അവർ എഴുതിയിട്ടുണ്ട്, ഇവർ അസാധ്യമായ അസാമാന്യമായ കഴിവുകളുടെ ഉടമകളാണ്. ഈ കലാം, ഈ ഇത്ര പേജുള്ള ഈ ഖുർആൻ അങ്ങോട്ട് മനപ്പാടമാക്കുക. ഒരു ദിവസം രാവിലെ സുബഹി കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മണിക്ക് തുടങ്ങിയിട്ട് മഗ്രിബിന് മുമ്പ് ഖുർആൻ പൂർണ്ണമായി ഉസ്താദിന്റെ മുന്നിൽ ഓതിക്കൊടുക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള മക്കളാണ് ഈ ഇരിക്കുന്നത്. ഇവരെ തലയെക്കെട്ടും ഇവരുടെ ജുബയും അല്ലെങ്കിൽ ഇവരുടെ ഖമീസും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട ഒന്നിനും പറ്റാത്തവരാണെന്ന്. ഇല്ല, ഇത് അള്ളാഹുവിന്റെ നിയോഗമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് നാമാണ്. ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദീനാണ്. ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല അള്ളാന്റെ കയ്യിലാണ്. നമ്മൾ ആരും ഇതിന് ബേജാറാവണ്ട. ഇതിന്റെ ചുമതല അള്ളാഹ്ക്കുള്ളതാണ്. എങ്ങനെയാണ്? കോപ്പികളിലൂടെ, ഖുർആന്റെ പ്രതികളിലൂടെ അല്ല ഇത് സംരക്ഷിക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ മക്കളെ പടച്ചവൻ തെരഞ്ഞെടുക്കാൻ ഇവർ ജനിച്ചപ്പം തന്നെ ഉടമസ്ഥനായ അള്ളാഹു മാർക്ക് ചെയ്തിട്ട് ഈ കുട്ടീനെ എനിക്ക് വേണം, ഈ കുട്ടീനെ എനിക്ക് വേണം. ഈ നാട്ടിൽ സാധാരണഗതിയിൽ നല്ല തേങ്ങ, നല്ല അടക്കൊക്കെ ഉണ്ടാവുമ്പം അതിനെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർഷകർ മാറ്റി വെക്കുന്നത് പോലെ ഉടമസ്ഥനായ അള്ളാഹു പറഞ്ഞതാ, ഇവരെ എനിക്ക് വേണം, ഇവരെ എനിക്ക് വേണം. ഇതാ ഈ കറുത്ത കോട്ടിട്ടവർ, ഇവരെ നിങ്ങൾ നോക്കേണ്ടത് അതാണ്. അള്ളാഹു സെലക്ട് ചെയ്ത ഹൃദയങ്ങളുടെ ഉടമകളാണ് ഇവർ. ഇവരുടെ മാതാപിതാക്കളെ നോക്കേണ്ടത് എത്ര അനുഗ്രഹീതരായ മാതാപിതാക്കൾ, ഇവരുടെ ഉമ്മ എത്ര ഭാഗ്യവതി. ഈ ഒരു മക്കൾക്ക് 9 മാസം ചില്ലറ ദിവസവും ഗർഭത്തിൽ ചുമന്ന് കൊണ്ടു നടക്കുകയും 2 വർഷം അവർക്ക് പാലൂട്ടുകയും ചെയ്ത മാതാവ്, അവർക്ക് വേണ്ടി സംരക്ഷണം നൽകിയ പിതാവ്, അവരെത്ര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവർക്ക് സ്വർഗത്തിന് ഈ മക്കളെ കാരണക്കാരാക്കിയത്.